കളയിക്കവള കൊലപാതകത്തിൽ പ്രതികൾ സഞ്ചരിച്ചിരുന്ന സുനിലിന്റെ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുലശേഖരപുരത്ത് പാർക്ക് ചെയ്ത നിലയിലാണ് കാർ കണ്ടെത്തിയത്. സുനിലിന്റെ നിർദ്ദേശപ്രകാരമാണ് കൊല എന്നാണ് സംശയം. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, ഈ പ്രതികൾ സഞ്ചരിച്ചിരുന്ന സുനിലിന്റെ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തല്ലോ. ഈ അന്വേഷണ വഴിത്തിരിവുകൾ എങ്ങനെയാണ്? ഏറ്റവും പുതിയ വിവരങ്ങൾ. ലക്ഷ്മി, കളിക്കവളയിലെ വ്യവസായി ദീപുവിന്റെ കൊലപാതകത്തിന് പിന്നിലെ ലക്ഷ്യം എന്താണ് എന്നുള്ളതിൽ ഇപ്പോഴും ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. ഈ പണം തട്ടുന്നതിന് വേണ്ടി മാത്രമാണോ കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ് പോലീസ് നിലവിൽ അന്വേഷിക്കുന്നത്. ഈ കേസിലെ രണ്ടാം പ്രതിയായ സുനിലിനെ പിടികൂടാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. സുനിൽകുമാർ പത്തനംതിട്ട ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ മേഖലയിലാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുന്നത്. അതിനിടെ തന്നെ ഇപ്പോൾ സുനിലിന്റെ കാർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കുലശേഖരപുരത്ത് പാർക്ക് ചെയ്ത നിലയിലായിരുന്നു എന്നുള്ളതാണ് ആദ്യം നമുക്ക് ലഭിച്ച വിവരമെങ്കിൽ ഇപ്പോൾ നിലവിൽ പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നത് പാറശാലയിൽ ഒരു സർവീസ് സെന്ററിൽ നിന്നാണ് കാർ കസ്റ്റഡിയിൽ എടുത്തത് എന്നുള്ളതാണ്. കാരണം ഇന്നലെ മുതൽ സർവീസ് സെന്റർ ഉടമയെ പോലീസ് ചോദ്യം ചെയ്ത് വരികയായിരുന്നു. ഇതിൽ നിന്നാണ് ഈ കാറ് കണ്ടെത്താൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. പ്രതികൾ സഞ്ചരിച്ചിരുന്നത് ഈ കാറിലാണ്. കേസിൽ ഈ സുനിലിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ കൊല നടത്തിയത് എന്നത് നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നുണ്ട്. അതോടൊപ്പം ഒരാളെ കൂടി അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇന്നലെ കസ്റ്റഡിയിൽ എടുത്തതാണ്. തിരുവനന്തപുരം സ്വദേശി രാജേഷാണ് കസ്റ്റഡിയിലുള്ളത്. അതോടൊപ്പം തന്നെ ഒന്നാം പ്രതി അമ്പത് നൽകിയ മൊഴികളിൽ പലതരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്ത തിരുവനന്തപുരം സ്വദേശി പ്രദീപ് ചന്ദ്രന്റെ അറസ്റ്റും പോലീസ് രേഖപ്പെടുത്തി. ഏതായാലും ഈ സുനിലിനെ പിടികൂടാനുള്ള അന്വേഷണം തുടരുകയാണ്. രശ്മിയാണ് വിവരങ്ങൾ നൽകിയത്.